ഇത് ഇങ്ങനെ പറിച്ച് കളയണം കേട്ടോ. ഇത് മുഴുവൻ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഒരു കൈ കൊണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണം. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും കളഞ്ഞാൽ മതി. ഇത് നമുക്കിത് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ അരിയാം. ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. കണ്ടില്ലേ, ഇതങ്ങനെ ഇങ്ങനെയാണ് അരിയ മതി. വേണ്ടി ചതച്ച് വെച്ചതാട്ടോ. പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി, 2 ചളതി വെളുത്തുള്ളി, തേങ്ങ 1 കപ്പ് ഇത്രയൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് കുരുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഉപ്പിടാം. കഴുകിയതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കഴുകിയത്, അത് കാരണം ഒരുപാട് പ്രാവശ്യം കഴുകൊന്നും വേണ്ട. ഇത് കഴുകി ഇനി ഒരു പ്രാവശ്യം കൂടി കഴുകണം. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം കേട്ടോ കൈ കൊണ്ട്. എല്ലാ ഭാഗത്തും ഉപ്പാവണം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വയ്ക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ നല്ലോണം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഞാനിത് പിഴിഞ്ഞെടുക്കണേ. നന്നായി പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ എല്ലാം പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. പപ്പടം കാച്ചി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പപ്പടം റെഡി. ഇനി നമുക്ക് ഈ തോരൻ കടുക് വറക്കാനായിട്ട് നമ്മൾ എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കടുകിട്ടു, കുറച്ച് ഉഴുന്നുപരിപ്പിട്ടു, മുളക് ഇട്ടു. അതിന് ശേഷം തേങ്ങ ഇടാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരു ഉപ്പ് ഞാനിതിൽ തിരുമ്മി വെച്ചിട്ടുണ്ട്, എന്നാലും നോക്കാം. ഉപ്പുണ്ട്, ഞാൻ ശകലം ഇടാം. തേങ്ങ ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് കുടപ്പന ഇട്ട് കൊടുക്കാം. കുടപ്പൻ ഞാൻ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഇതിടാം. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാട്ടോ അത്. പേഷ്യൻസിന്, രോഗികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണിത്. കുടപ്പൻ തോരൻ നിങ്ങളിതുപോലെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയരുത്. ഇതേമാതിരി ഉപ്പ് തിരുമ്മി വയ്ക്കുക. തിരുമ്മി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ.
ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റിയൊരു തോരനാണിത്. ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിത്. അപ്പോഴേക്ക് തോരൻ റെഡിയാവും കേട്ടോ. നമ്മുടെ കുടപ്പൻ തോരൻ തയ്യാർ. അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്, കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ഇട്ടു. അപ്പോൾ